പറയുവാപ്പാ. പറഞ്ഞോ. അമ്പലത്തിൽ അവിടെ മെയിൻ പരിപാടി എന്താണ്? ഇന്നലെ നമ്മൾ പൊളിച്ചില്ലേ? എന്തൊരു പരിപാടി? പൊളിച്ചോടത്ത് 2 മുറിയും ഓഫീസും. അപ്പൊ എന്താ ആകെ റൂം കിഴക്കപ്പുറത്ത് 2 ഓഫീസ്, ഒന്ന് അവിടെ ഇവർക്ക് വലിയൊക്കെ പലഹാരം ഉണ്ടാക്കാനും പിടിക്കാനും കൊല്ലത്തിൽ 2 പ്രാവശ്യം വേണ്ടു. അതിനൊരെണ്ണായിട്ട് തിരിക്കും. പായസവും പിന്നെ ഇങ്ങനെ എന്തിട്ടാണ് അങ്ങനത്തെ പരിപാടിക്കാം. അതിന് 2 പിന്നെ അതില് കിഴക്കാപ്പുറത്ത് ഗ്രില്ല് വയ്ക്കും. 2 വാതിലും വയ്ക്കും, ഗ്രില്ലും വയ്ക്കും. അപ്പൊ അടച്ചുറപ്പായി, സാധനം സെറ്റായി അല്ലേ? അടച്ചിട്ട് അങ്ങനെയുള്ള പരിപാടി എന്നാണ് തുടങ്ങണത്? അപ്പൊ പരിപാടി എന്നാ തുടങ്ങണത്? നോക്കിട്ട് കട്ട വേണം, സിമെന്റ് വേണം, ഇതൊക്കെ പിന്നെ എന്നെ കൊണ്ട് എരിച്ചിടും. അവന് നാളെ നിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നിൽക്കും. പാപ്പ നിൽക്കണ്ട പണിക്ക്? പാപ്പ നിൽക്കണ്ട അസിസ്റ്റന്റ് ആയിട്ട്? അത് നേതൃത്വം നയിച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോ കമ്പാടരെന്ന് പറഞ്ഞിട്ട് എന്തായാലും ന്യൂട്രൽ മേടിക്കാം. അതെ, അതൊക്കെ ഇപ്പൊ ശരിയാക്കാം. ഓണത്തിന് കൊടുത്താള പണി നീ അത് തുള്ളി. അപ്പൊ ശരിയപ്പാ. അവിടെ ചെന്നിട്ട് അപ്പൊ ഞാൻ ഇരിക്കാനായിട്ട് ചാക്കൊക്കെ എടുക്കും. ചാക്കെടുക്കുമ്പോഴേ അരക്കുപ്പി കുടിച്ചിട്ട് 2 ബുദ്ധിന്റെ അവിടെ കിടക്കുന്ന അതില് ഉണ്ട്. കണ്ണൻ്റെ പിന്നെ അത് കൂടാണ്ട് കോട്ടുണ്ട്, അത് വേറെ ഇരിക്കുന്നുണ്ട്. നമ്മ ഇപ്പൊ ആര് വെച്ചാലും നമുക്ക് ഹോട്ടലുമ്മ കിട്ടൂല. അപ്പൊ കണ്ണച്ചേട്ട കടയിലുണ്ടാവും, അത് സാധനം ഉണ്ടാവും. അവിടെ കിടക്കുണ്ടാവും. അതുപോലെ ഫോണും സാധനമൊക്കെ ആരും വന്നിട്ട് വെറുക്കേക്കുമ്പോ വന്നു കഴിഞ്ഞാലേ ഞാൻ കൂട്ടാറായില്ലേ, ഞാൻ കൂട്ടാൻ പോണു അടിക്കണം. എന്റെ കൂടെ പണിയാണ്. സ്കോച്ചിന്റെ ഉള്ളിൽ മറ്റേ പഴയ സാധനം സ്കോച്ചിന്റെ കുപ്പിയിലാക്കിയായിരിക്കുള്ളൂ. സ്കോച്ചായിരിക്കാൻ ചാൻസ് ഇല്ല. മണൊക്കെ അയാളായിട്ട് പറ്റിയതുണ്ട്. കൊടുത്തല്ലേ? ആ ചരി കിട്ടും. പറയണ്ട.